ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AFX ഫിറ്റ്നസ്. ഇന്ന് ഞാൻ പറയുന്ന ടോപ്പിക്ക് ഈ വരുന്ന പുണ്യമാസത്തിൽ റമദാൻ മാസത്തിൽ നിങ്ങൾ നോമ്പ് നോക്കുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഏറ്റവും നന്നായി പരിപാലിക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. ഈ നോൻപ് സമയത്ത് നിങ്ങൾക്ക് ശരീരത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ചിലർ ഒരുപാട് വെയിറ്റ് കുറയും, ചിലർ ഒരുപാട് വെയിറ്റ് കൂടും, ചിലർ ഈ ഒരു നോമ്പ് സമയം കഴിയുമ്പോഴത്തേക്കും അവരുടെ ആരോഗ്യം ഭയങ്കരമായിട്ട് ഡിറ്റീരിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും പോകാറുണ്ട്. എങ്ങനെ പ്രോപ്പറായിട്ട് ഓപ്റ്റിമമായിട്ട് ഈ നോമ്പ് സമയത്ത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് പരിപാലിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി തന്നെ പറയാം, നിങ്ങളുടെ ആഹാര രീതി കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ആഹാര രീതി എന്ന് പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾ നോമ്പ് തുറ സമയത്ത്, അതായത് ഇടയത്താഴം എന്ന് പറയുന്ന ആ ഒരു മീൽ ടൈമിങ്ങിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ ഭക്ഷണ രീതിയായിരിക്കും, പക്ഷേ ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും തീർച്ചയായും അതിൻ്റെ കൂടെ ഇലക്ട്രോലൈറ്റ് കൂടെ ഉൾപ്പെടുത്തി വേണം വെള്ളം കുടിക്കാനായിട്ട്. കാരണം ആ ഒരു എൻറ്റയർ ഡേ നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കുന്നില്ല, നിങ്ങൾ വാട്ടർ റെസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ പോലത്തെ കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കുന്ന ഇടയത്താഴം സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇലക്ട്രോലൈറ്റ് തീർച്ചയായും ആഡ് ചെയ്യുക. ഇടയത്താഴ സമയത്ത് തന്നെ ഒരുപാട് വാരി വലിച്ച് കഴിക്കാതെ മിതമായ രീതിയിൽ, അതും കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണത്തിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഫിഷ്, ചിക്കൻ, മുട്ട ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിലോ നിങ്ങൾക്ക് പനീർ, സോയി, ടോഫു, പ്രോട്ടീൻ ഷേക്സും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സമയത്ത്. ഇടയത്താഴം തീർച്ചയായും ആരും മുടക്കരുത്. ഇടയത്താഴം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആഹാരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. സ്ഥിരമായി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ നോമ്പ് സമയത്ത് എങ്ങനെ നിങ്ങളുടെ വർക്കൗട്ട് പ്ലാൻ ചെയ്യും? നോമ്പ് തുറക്കുന്നതിന് മുൻപോ ശേഷമോ ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഏറ്റവും അഡ്വൈസബിൾ എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം ചെയ്യുന്ന വർക്കൗട്ടാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായും കാരണം നിങ്ങൾ ഇടയത്താഴം കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഭക്ഷണവും കഴിക്കുന്നില്ല, വെള്ളം കൂടി കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ബോഡി ടയേർഡായിരിക്കും. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് വളരെ മിതമായ ആഹാരം. അതും ഞാൻ എപ്പോഴും പറയുന്നുള്ള ഇടയത്താഴത്ത് നിങ്ങൾ കഴിച്ചതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും വാരി വെച്ച് കഴിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് ചിലരൊക്കെ ഈ നോമ്പിന് ശേഷം ഒരുപാട് വെയിറ്റ് കൂടുന്നത്. ഈ നോമ്പ് സമയം എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നോമ്പ് തുറന്നതിന് ശേഷം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് മിതമായ രീതിയിൽ, നിങ്ങളുടെ നോർമൽ എനർജി ലെവൽസ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം വർക്കൗട്ട് ചെയ്യാം. 2 പാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പൊതുവേ നിങ്ങൾക്ക് ചിലപ്പോൾ 1 പാർട്ട് ചെയ്യാം. കാർഡിയോ ഒരുപാട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാർഡിയോ മിനിമൈസ് ചെയ്യാം. അപ്പോൾ വർക്കൗട്ട് മാക്സിമം ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സിനകത്ത് നിങ്ങളുടെ വർക്കൗട്ട് തീർക്കുന്ന രീതിയിൽ നിങ്ങളുടെ വർക്കൗട്ട് പാറ്റേൺസ് സെറ്റ് ചെയ്യുക. കാരണം ഈ നോമ്പിൻ്റെ സമയം എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ പീക്ക് ലെവൽ ഓഫ് എനർജി നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ഇനി അഡ്വാൻസ്ഡ് രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, നിങ്ങളൊരു അത്ലറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആയിരിക്കാം, റെസ്ലർ ആയിരിക്കാം, അങ്ങനെ ഒരുപാട് സ്പോർട്സ് മേഖലയിൽ അഡ്വാൻസ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അങ്ങനെയുള്ളവർക്ക് പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. പ്രീ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വർക്കൗട്ടിന് മുമ്പ് നിങ്ങൾ കഴിക്കുന്ന എനർജി സപ്ലിമെൻ്റ് ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, പ്രീ വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു സപ്ലിമെൻ്റ് ഉണ്ട്. ആ സപ്ലിമെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഞാൻ പ്രീ വർക്കൗട്ട്സ് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ നോമ്പ് തുറന്നതിന് ശേഷം നിങ്ങൾ കഴിക്കുന്ന മിതമായ ആഹാരം മതി നിങ്ങളുടെ വർക്കൗട്ട്സിനെ ഫ്യൂൽ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വർക്കൗട്ട്സ് വളരെ മിതമായ രീതിയിൽ, വളരെ ബുദ്ധിപരമായിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നോമ്പ് തുറന്നതിന് ശേഷം മിതമായി കഴിക്കുക. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മെയിൻ മീൽസ് നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങളുടെ മെയിൻ മീല് ഫോക്കസ് ചെയ്യേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, നിങ്ങൾ വെജിറ്റേറിയൻ ആയിക്കോട്ടെ നോൺ വെജിറ്റേറിയൻ, അപ്പോൾ പ്രോട്ടീൻ ആയിരിക്കണം നിങ്ങളുടെ മെയിൻ ഫോക്കസ് ഓഫ് ഇൻടേക്ക് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് അത് ഒരു മിനിമൽ ലെവലിൽ. നോമ്പ് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള സമയമാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാനുള്ള സമയമല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാർബോഹൈഡ്രേറ്റ്സ് വളരെ നോക്കിയും കണ്ടും മാത്രം കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ഈ പുണ്യമാസം തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം ഓപ്റ്റിമമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ